എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എല്ലാവരും ഉഷാറാണല്ലോ അല്ലേ? ഒന്ന് കൈവീശിക്ക് ഉഷാറാണെങ്കിൽ നോക്കട്ടെ. എല്ലാവരും എനർജറ്റിക് ആയിട്ട് കൈവീശ, വെറുതെ ഇരിക്കല്ലേ. സിദ്ധാർത്ഥയെ ഒന്ന് കൈവീശടാ. സിദ്ധാർത്ഥയ്ക്ക് ഇത് ട്രാവലിങ്ങിലാണോ സിദ്ധാർത്ഥെ? കാറിൽ അവൻ എന്തോ യാത്ര പോവാന്ന് പറഞ്ഞല്ലോ എവിടേക്കോ. യെസ്, ഓക്കെ. അപ്പോൾ എന്നാലും അവൻ ക്ലാസ് അറ്റൻഡ് ചെയ്തല്ലോ. വെരി വെരി ഗുഡ്, വെരി ഗുഡ് സിദ്ധാർത്ഥ്. കണ്ടോ, മറ്റുള്ള പല കാര്യങ്ങളുണ്ടെങ്കിലും ക്ലാസ് മിസ്സാക്കാതെ അവൻ അറ്റൻഡ് ചെയ്തല്ലോ. എൻ്റെ ക്ലാസ് പോകും എന്നുള്ളൊരു ചിന്ത അവനുള്ളത് കൊണ്ട് വെരി ഗുഡ് സിദ്ധാർത്ഥെ. യെസ് സാറേ, ക്വസ്റ്റ്യൻ ഉണ്ടേക്ക്. ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ. ക്വസ്റ്റ്യൻ എന്നാ ആരും ക്വസ്റ്റ്യൻ കോപ്പി ചെയ്യേണ്ടതില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ സോഴ്സ് ഡോക്യുമെന്റ്സ് ഫോർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ഫോളോയിങ് സ്പെഷ്യൽ ജേർണൽസ്. താഴെ കൊടുത്തിട്ടുള്ള സ്പെഷ്യൽ ജേർണൽസിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന സോഴ്സ് ഡോക്യുമെന്റ് ഏതാണ്? പർച്ചേസ് റിട്ടേൺ ബുക്കിന്റെ സോഴ്സ് ഡോക്യുമെന്റ് ഏതാണെന്ന് എഴുതുക. സെയിൽസ് റിട്ടേൺ ബുക്കിന്റെ സോഴ്സ് ഡോക്യുമെന്റ്, ജസ്റ്റ് ആ സോഴ്സ് ഡോക്യുമെന്റ് എന്താണെന്ന് എഴുതിയാൽ മതി കേട്ടോ. അത് ഏതാണെന്ന് ജസ്റ്റ് എഴുതിയാൽ മതി. പർച്ചേസ് റിട്ടേൺ ബുക്കിന്റെ സോഴ്സ് ഡോക്യുമെന്റ് ഏതാണ്? സെയിൽസ് റിട്ടേൺ ബുക്കിന്റെ സോഴ്സ്. 2 മാർക്ക്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സെയിൽസ് ജേണൽ വരയ്ക്കാൻ. സെയിൽസ് ജേണൽ എന്ന് പറഞ്ഞാൽ എന്താ? സെയിൽസ് ഡേ ബുക്ക് ആണ് കേട്ടോ മക്കളെ. സെയിൽസ് ഡേ ബുക്ക് വരയ്ക്കാനാണ്. 2025 ഏപ്രിൽ 1-ാം തീയതി സോൾഡ് 10 ദിവാൻ കോട്ട്. 10 ദിവാൻ കോട്ട് എന്ത് ചെയ്തു? മുനീർ എന്ന് പറയുന്ന ആൾക്ക് വിറ്റിട്ടുണ്ട്. ഒരെണ്ണത്തിന്റെ വില 1500 രൂപയല്ല, 15000 രൂപ കേട്ടോ. അടുത്ത ഏപ്രിൽ 20 സോൾഡ് 5 വുഡൻ ടേബിൾ. 5 വുഡൻ ടേബിൾ വിറ്റിട്ടുണ്ട്. ടു ഹംസയ്ക്കാണ് വിറ്റേക്കുന്നത് കേട്ടോ. എത്ര രൂപ ഒരു ടേബിളിന്റെ വില? 5000 രൂപ. അടുത്തത് ഏപ്രിൽ 26-ാം തീയതി സോൾഡ് 6 ഡൈനിങ് ടേബിൾ വിറ്റിട്ടുണ്ട് അലക്സിന്. ഒരു ടേബിളിന്റെ വില 12000 രൂപയാണ്. അപ്പൊ അലക്സിന് മാത്രം ഒരു 10% ട്രേഡ് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഏപ്രിൽ 30-ാം തീയതി സോൾഡ് 12 ചെയർ. 12 ചെയർ കുമാറിന് വിറ്റിട്ടുണ്ട്. ഒരു ചെയറിന്റെ വില 800 രൂപ. ഓക്കെ അല്ലേ? അപ്പൊ സെയിൽസ് ബുക്ക് വരയ്ക്കുക. ഇതിന്റെ രണ്ടിന്റെയും സോഴ്സ് ഡോക്യുമെന്റ് ചെയ്ത് എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം ചെയ്താ. ഓൾ ദി ബെസ്റ്റ്. വേഗം വീഡിയോ ഓണാക്കാം കേട്ടോ. വേഗമാവട്ടെ എല്ലാവരും. വേഗമായോ. എവലിനെ അവിടെ ഇരിക്കടാ. നമുക്ക് ചെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ചെക്കിംഗ് ടൈമിൽ എല്ലാവരുടെയും വീഡിയോ ഓണായിരിക്കണേ. കെവിൻ ജോയ് വീഡിയോ ഓണാക്കൂ. കെവിൻ എല്ലാവരും വീഡിയോ ഓണാക്കാം കേട്ടോ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ്. ഫസ്റ്റ് ഡെബിറ്റ് നോട്ടാണ്, സെക്കൻഡ് ക്രെഡിറ്റ് നോട്ട്. കറക്റ്റ് ആണെങ്കിൽ 2 മാർക്സ് കൊടുത്തോളൂ. പർച്ചേസ് റിട്ടേൺ ബുക്കിന്റെ ഡെബിറ്റ് നോട്ടും സെയിൽസ് റിട്ടേണിന്റെ ക്രെഡിറ്റ് നോട്ടാണ് കേട്ടോ. കറക്റ്റ് ആണെങ്കിൽ 1 മാർക്ക് വെച്ച് 2 മാർക്ക് കൊടുക്കുക കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെയിൽസ് ഡേ ബുക്കാണ്. ഡേറ്റ്, നെയിം ഓഫ് കസ്റ്റമർ എന്നോ പർട്ടിക്കുലേഴ്സ് എന്നോ കൊടുക്കുക കേട്ടോ മക്കളെ. എങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. ഇൻവോയ്സ് നമ്പർ എന്നോ LF എന്നോ കൊടുക്കാം. എമൗണ്ട് അതിലാദ്യം ഏപ്രിൽ 1 മുനീർ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് എമൗണ്ട് നമുക്ക് 1.5 ലക്ഷമാണ് വരിക. 1,50,000. കറക്റ്റ് ആണെങ്കിൽ 1.5 മാർക്ക് കൊടുക്കുക. അടുത്ത ഹംസ 5 × 5000 25,000. കറക്റ്റ് ആണെങ്കിൽ 1.5 മാർക്ക്. അലക്സിന് നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. 72,000-ൽ നിന്ന് 10% 7,200 കുറച്ചാൽ 64,800. കറക്റ്റ് ആണെങ്കിൽ 2 മാർക്ക് കൊടുക്കുക. ലാസ്റ്റ് കുമാറാണ്. 12 ചെയറാണ്. 12 × 800 9,600 ആണ്. അതിന് 1.5 മാർക്ക്. ടോട്ടൽ കറക്റ്റ് ആണെങ്കിൽ അതിന് 1.5 മാർക്ക്. 2,49,400 കേട്ടോ. 2,49,400. കറക്റ്റ് ആണെങ്കിൽ അതിനും 1.5 മാർക്ക്. സൈഡിൽ മാർക്ക് എടുത്തിട്ടുണ്ട്. അത് നോക്കി വേണം നിങ്ങൾ മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കേട്ടോ. ഫൈനൽ ആൻസർ കറക്റ്റ് ആണെങ്കിൽ ഒറ്റയടിക്ക് 8 മാർക്ക് കൊടുത്തോളൂ കേട്ടോ. ഫൈനൽ ആൻസർ കറക്റ്റ് ആണെങ്കിൽ ഒറ്റയടിക്ക് ഫുൾ മാർക്ക് കൊടുത്തോളൂ. മാർക്ക് ടോട്ടൽ ചെയ്യുക. പാരൻസിനെ കൊണ്ട് സൈൻ ചെയ്യിക്കുക. ഓക്കെ, പേപ്പർ സെൻഡ് ചെയ്യുക. 1 മിനിറ്റ് ടൈം.